ഹലോ, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട്, IT ഫീൽഡിലുള്ളവര് കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നാട്ടിൽ നിന്ന് നമ്മളൊരു ജോലി അപ്ലൈ ചെയ്ത് കിട്ടി ഇങ്ങോട്ട് വരിക എന്നുള്ളത്. അപ്പൊ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇത്ര നാള്. അപ്പൊ ഇവിടെ എന്റെ കൂടെ നിന്ന് ലിജോ ചേട്ടൻ ഉണ്ട്. അപ്പൊ ലിജോ ചേട്ടൻ ഇതുപോലെ ജോലി അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ലിജോ ചേട്ടന്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ചേട്ടാ, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ചേട്ടൻ ഇൻട്രൊഡക്ഷൻ ചേട്ടന്റെ. ഓക്കെ, എന്റെ പേര് ലിജോ. ഞാൻ നാട്ടില് കോട്ടയത്താണ് എന്റെ നാട്. ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് ദുബൈയിൽ വർക്ക് ചെയ്യാണ്. IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ജർമ്മനിയിൽ വന്നിട്ട് ഏകദേശം ഒരു മാസമാകുന്നു. ജോബ് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു ജോലി കിട്ടിയിട്ടാണ് ഞാൻ ജർമ്മനിയിലേക്ക് വന്നത്. അപ്പോ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാൻ ജർമ്മനിയിലേക്ക് ആക്ച്വലി ജോലി സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മാസത്തോളമായി. ഒരു ഏകദേശം പറയുകയാണെങ്കിൽ ജനുവരി മുതൽ ജർമ്മനിയിലേക്ക് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ഞാൻ UK-യിലേക്കും കാനഡയിലേക്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് കഴിഞ്ഞും കൂടുതൽ ജർമ്മനിയിൽ നിന്ന് കുറച്ചുകൂടെ റെസ്പോൺസ് വരുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. അതാണ് എനിക്ക് മനസ്സിലായ ഒരു വ്യത്യാസം. അപ്പൊ അതിനിടയിൽ ഒരു കാര്യം ലിജോന്റെ അടുത്ത് ചോദിക്കാൻ മറന്നു, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഏത് ഇതിലാണ് വർക്ക് ചെയ്യണേ? ഓക്കെ, എനിക്ക് ഏകദേശം ഒരു 11 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടാണ്. പക്ഷെ ഞാനിപ്പം എൻ്റെ ഇപ്പോഴത്തെ പ്രൊഫൈൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. മോസ്റ്റ്ലി ലൈക്ക് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്. സോ അതാണ് എൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ ജർമ്മനി അല്ലാതെ പിന്നെ വേറെ ഏതൊക്കെ രാജ്യത്ത് ചേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്? ഞാന് പുറത്തേക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് ആക്ച്വലി കാനഡയ്ക്കാണ്. അപ്പൊ കാനഡയിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങിയെങ്കിലും അവിടുന്ന് ഒട്ടും തന്നെ റെസ്പോൺസ് ഒരു കമ്പനിയിൽ നിന്നും കിട്ടുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ UK-യിൽ അപ്ലൈ ചെയ്തു. UK-യിൽ കുറച്ച് UK-യിൽ നിന്ന് 2-3 ഇന്റർവ്യൂസ് വന്നു. പക്ഷെ അതൊന്നും അത്ര സക്സസ്ഫുൾ ആയില്ല. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ജർമ്മനിയിലേക്ക് നോക്കി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടെ റെസ്പോൺസ് വരുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. അപ്പം എനിക്കൊരു 2-3 ഇന്റർവ്യൂ ജർമ്മനിയിൽ നിന്ന് വന്നു. അതിൽ ഒരു കമ്പനിയിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പം ഒരു കമ്പാരിറ്റീവ്ലി UK ആയിട്ട് നോക്കുമ്പോൾ ജർമ്മനിയിൽ നിന്ന് കുറച്ചുകൂടെ റെസ്പോൺസ് ഉണ്ട് എംപ്ലോയേഴ്സിന്റെ ഭാഗത്തുനിന്ന്. അപ്പോ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് കൂടുതലായിട്ട് ചേട്ടൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ആക്ച്വലി ജോബ് സെർച്ച് ചെയ്യുമ്പം ഗൂഗിളിൽ നമ്മുടെ എന്റെ പ്രൊഫൈലിന് ഇപ്പൊ ഞാനൊരു ബേസിക്കലി സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയതുകൊണ്ട് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ജോബ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പം കുറെ ജോബ് സൈറ്റ്സ് വരും. അതിലെല്ലാം കയറി അപ്ലൈ ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ജോബ് സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് കൂടാതെ അവരുടെ തന്നെ കമ്പനി സൈറ്റിൽ കയറി ഇപ്പൊ ആ സെയിം ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെയും കൂടെ അവിടെ തന്നെ ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യും. അപ്പം അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അപ്ലൈ ചെയ്തതിൽ നിന്നാണ് എനിക്ക് കൂടുതലും റെസ്പോൺസുകൾ വന്നത്. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ അവരുടെ കമ്പനി സൈറ്റിൽ ആ ജോബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ചില കമ്പനികളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ്. കാരണം ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ ആ എഫേർട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി റെസ്പോൺസ് വരും. അപ്പൊ ഏകദേശം ഒരു എത്ര കമ്പനിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 മാസത്തോളമായി അപ്ലൈ ചെയ്യുന്നു. അപ്പം ഒരു 50-ന് മുകളിൽ കമ്പനികളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് റിജക്ഷൻസ് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറെ കമ്പനികൾ റിപ്ലൈ ചെയ്യും. ഈവൻ റിജക്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും കമ്പനികൾ നമുക്ക് ഒരു റിപ്ലൈ തരുന്നുണ്ട്, ഇന്ന കാരണം കൊണ്ട് റിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്നു. റിജക്ഷന്റെ കാരണം അവർ പറയുന്നുണ്ട്. അപ്പൊ 50 കമ്പനിയിൽ തന്നെ ജർമ്മനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, 50 കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ, കുറവ് കാരണം. എത്ര കമ്പനി? ഒരു 3 കമ്പനി ഇന്റർവ്യൂവിന് കോൾ ചെയ്തു. അതെ.
അപ്പൊ ഞാനിതുപോലെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ചേട്ടൻ ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും കമ്പനി മാറാൻ ശ്രമിച്ചപ്പോ 150 കമ്പനിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ 2-3 കമ്പനിക്കൊക്കെയാണ് നമ്മളെ ഇന്റർവ്യൂ കോളിന് വിളിക്കണത്. ഇപ്പൊ ചിലവരൊക്കെ ഒരു 1-2 അല്ലെങ്കിൽ ഒരു 10-15 ഒക്കെ അപ്ലൈ ചെയ്തിട്ട് മടുത്തിട്ട് ഇട്ടിട്ട് പോകും. നിങ്ങൾ അങ്ങനെ മടുത്തിട്ട് ഇട്ടിട്ട് പോകരുത്. ഈ ചേട്ടനൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാ. അപ്പൊ ചില കുട്ടികളൊക്കെ ഒരു 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ഒരു 5 കമ്പനി 10 കമ്പനിയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇത്രയും അപ്ലൈ ചെയ്തു, ഇനി വയ്യ, മടുത്തു, കിട്ടണില്ല, അങ്ങനെ കുറെ പേര് ഇട്ടിട്ട് പോണവരുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോകരുത്. ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചേട്ടൻ വരെ പറയണത് കണ്ട 50-60 ഒക്കെ അപ്ലൈ ചെയ്തിട്ട് 3 വിളിച്ചോളാന്നാ പറയണത്. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടോ. മടുക്കാണ്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഏതിലാണ് എപ്പോഴാണ് വിളിക്കണേന്നൊന്നും പറയാൻ പറ്റില്ല. അതെനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം. അപ്പൊ ഈ കമ്പനികളിലൊക്കെ ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ അതോ നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോ? ഇപ്പൊ ഞാന് 2 കമ്പനികളുടെ ഒരു ഇന്റർവ്യൂ പ്രോസസ് ഞാൻ ഫേസ് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാല്, അവരാദ്യം ഒരു 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 ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ഫെമിലിയറൈസേഷൻ റൗണ്ടാണ് അവർ കൂടുതലും ഉദ്ദേശിക്കുന്നത്. അപ്പം അവരതിനകത്ത് ടെക്നിക്കൽ ഒന്നും ചോദിക്കത്തില്ല. അവർ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഇത്ര നാളും വർക്ക് ചെയ്തിരുന്ന ഒരു ബേസിക്കലി അവർ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ആണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. അത് ഞാൻ UK ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം അവര് നോക്കുന്ന ഒരു കാര്യം അവരുടെ കൾച്ചറും അവരുടെ രീതികളുമായിട്ട് നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആറ്റിറ്റ്യൂഡും സിങ്ക് ആവുമോ എന്നുള്ളത്. അപ്പം അതായിരിക്കും അവർ ഫസ്റ്റ് റൗണ്ടിൽ നോക്കുക. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് റൗണ്ട് ഒരു പ്യൂർലി ടെക്നിക്കൽ റൗണ്ടാണ്. അവര് ടെക്നിക്കൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസും ചില കമ്പനികൾ ഒരു സിസ്റ്റം റൗണ്ട് പോലെ നമുക്കൊരു കോഡിംഗ് എക്സസൈസ് തരും. അത് നമ്മൾ കാണിക്കണം. മോസ്റ്റ്ലി എന്റെ സെക്കൻഡ് റൗണ്ട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഒരു എക്സസൈസ് തന്നായിരുന്നു. അത് നമ്മൾ ഓൺലൈനിൽ ചെയ്ത് കാണിക്കണം. റിട്ടേൺ അല്ല, നമ്മൾ ഒരു കോഡിംഗ് എക്സസൈസ് ആണ്. അവർ നമുക്ക് ക്വസ്റ്റ്യൻസ് തരും. അത് നമ്മൾ ഓൺലൈനിൽ തന്നെ ആ ഇന്റർവ്യൂവിൽ തന്നെ ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കും. ആ ടൈമിൽ തന്നെ ഒരു കുറച്ച് സമയം നമുക്ക് അലോക്കേറ്റ് ചെയ്യുക, ആ സമയത്തിനുള്ളിൽ ചെയ്തു. അപ്പം ഈ രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ്. പക്ഷെ അത് കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ചില കമ്പനികൾക്ക് അതൊരു 3 സ്റ്റെപ്പ് കാണും. ഫസ്റ്റ് ഫെമിലറൈസേഷൻ, സെക്കൻഡ് ടെക്നിക്കൽ, തേർഡ് ഒരു HR റൗണ്ട്. അപ്പം ചിലയിടത്ത് രണ്ട് റൗണ്ടേ കാണുള്ളൂ. അപ്പം ബേസിക്കലി ഞാൻ ഒബ്സർവ് ചെയ്ത് ഇന്ത്യയിലെ ഇന്റർവ്യൂ പ്രോസസ്സുമായിട്ട് നോക്കുമ്പം അവരുടെ ഫസ്റ്റ് റൗണ്ടാണ് മെയിൻലി. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറും അവര് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് റൗണ്ട്. അപ്പൊ ആ ഒരു റൗണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പൊ അതുപോലെ തന്നെ IT ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ വരുമ്പോ കുറെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ ഒരു വർക്ക് ഫോഴ്സിനെ കഴിഞ്ഞും നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഷോക്കേസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ബേസിക്കലി ഞാൻ 1-2 സ്റ്റെപ്പ് ആക്ച്വലി ഞാൻ മൈക്രോസോഫ്റ്റ് സർട്ടിഫിക്കേഷൻസ് എനിക്ക് 3 സർട്ടിഫിക്കേഷൻസ് 305 സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അത് കൂടാതെ തന്നെ നമ്മുടെ ഒരു സോഷ്യൽ പ്രൊഫൈൽ, പ്രൊഫഷണൽ പ്രൊഫൈൽ, മെയിൻലി ഞാൻ പറയുന്നത് ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലാണ്. അത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യണം. എസ്പെഷ്യലി നമ്മുടെ ഫീൽഡ് ഓഫ് വർക്ക്. നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്താൽ പോരാ, അതിൽ നമ്മൾ എത്രമാത്രം നമുക്ക് നമ്മുടെ എക്സ്പോഷർ ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഷോക്കേസ് ചെയ്യുക. അതുകൂടാതെ തന്നെ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. അപ്പം ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ഒരു നല്ല ഒരു ലാൻഡിംഗ് പോയിന്റ് ആണ്. ഒരു കമ്പനികൾ അല്ലെങ്കിൽ ഒരു ഹയർ ചെയ്യുന്നതിന് ഇടയ്ക്കാണെങ്കിൽ പോലും അവർ നമ്മുടെ പ്രൊഫൈൽ കയറി നോക്കും. അപ്പം അതൊരു നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നമ്മൾ അട്രാക്ട് ചെയ്യണം. അതെ, അട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സെയിം പ്രൊഫൈലിലുള്ള ഒരു കാൻഡിഡേറ്റ് അവരുടെ കൺട്രിയിൽ നിന്ന് കിട്ടുന്നതിനെ കഴിഞ്ഞും ബെനിഫിറ്റ് ഇനി ഒരു കാൻഡിഡേറ്റിനെ എടുത്തു കഴിഞ്ഞാൽ തോന്നണം. ആക്ച്വലി സർട്ടിഫിക്കേഷൻ ഒരു റിക്വയർമെന്റ് അല്ല, പക്ഷെ നമ്മുടെ പ്രൊഫൈലിന്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് നമുക്കൊരു ജോബ് ഹയറിംഗ് പ്രോസസ്സിൽ. അതുപോലെ ലാംഗ്വേജിന്റെ എന്തെങ്കിലും ഇപ്പൊ ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമില് ലാംഗ്വേജ് എന്തെങ്കിലും അവര് ചോദിച്ചായിരുന്നോ? അതിങ്ങനെ
നിർബന്ധമായിട്ട് ഇങ്ങനെ പഠിക്കണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അത് എന്റെ ഇപ്പം എക്സ്പീരിയൻസ് എനിക്ക് റിപ്ലൈ വന്ന ഒരു കമ്പനിയിലും അവർ ജർമ്മൻ ഒരു റിക്വയർമെന്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. എസ്പെഷ്യലി IT ഫീൽഡ് ആയതുകൊണ്ടായിരിക്കും. ബട്ട് എന്നാൽ പോലും മോസ്റ്റ്ലി അവർ നോക്കുന്നത് അവര് എക്സ്പീരിയൻസും കേപ്പബിലിറ്റിയാണ്. ലാംഗ്വേജ് ഇപ്പം മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആണെങ്കിൽ മോസ്റ്റ്ലി അവർ പുറത്തുനിന്ന് ഒരു ജർമ്മൻ ഒരു റിക്വയർമെന്റ് ആയിട്ട് അവർ ഒരിക്കലും എടുക്കാറില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ലാംഗ്വേജ് ഒരു നിർബന്ധം അല്ലെങ്കിലും IT ഫീൽഡിലുള്ളവർക്ക് കിട്ടാം. നിർബന്ധം അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ജർമ്മൻ നോളജ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്ലസ് പോയിന്റ് ആണ് ജോലി കിട്ടാൻ. കാരണം പല കേസിലും ജർമ്മൻ അറിയാത്തത് കൊണ്ട്, ജർമ്മൻ ബേസിക് നോളജ് ഇല്ലാത്തത് കൊണ്ട് റിജക്ഷൻ ആയിട്ടുള്ള കുറെ കേസുകളൊക്കെ നമുക്കറിയാം. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അങ്ങനെ 1-2 കമ്പനിയിൽ ജർമ്മന്റെ പ്രോബ്ലം കൊണ്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. IT ഫീൽഡിലുള്ളവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഒരു പ്ലസ് പോയിന്റ് ആണ് മാത്രം ജോലിക്ക്. അല്ല, അത് ഞാൻ പറഞ്ഞത് അതാണ്. ഇപ്പൊ എന്റെ ഒരു ഫീൽഡ് ഓഫ് റിക്വയർമെന്റില് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് അവര് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രിഫറബിൾ ആണ്. കാരണം ഇപ്പൊ എന്നെ എടുക്കുമ്പോഴാണെങ്കിൽ പോലും അവര് പറയുന്നുണ്ട് ജർമ്മൻ പഠിക്കണം. അപ്പം നമുക്ക് ഒരു ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് ജർമ്മൻ ഇമ്പോർട്ടന്റ് ആണ്. അത് ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം വിസ പ്രോസസിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ചേട്ടൻ തന്നെ അപ്ലൈ ചെയ്യായിരുന്നു, അല്ല കമ്പനിക്കാര് അപ്ലൈ ചെയ്തോ? നമ്മൾ സെലക്ട് ആയതിനു ശേഷം കമ്പനി ആദ്യം നമുക്കൊരു കോൺട്രാക്ട് അയച്ചു തരും. അതൊരു ഏകദേശം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ, ഒരു 1 വീക്കിനുള്ളിൽ തന്നെ അവർ എനിക്ക് കോൺട്രാക്ട് അയച്ചു തന്നു. അതിനുശേഷം അവര് ഈ റിക്വയർമെന്റ് ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ കമ്പനി എനിക്ക് പ്രീ അപ്രൂവൽ ലെറ്റർ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ പാസ്പോർട്ട്, അങ്ങനത്തെ ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അയച്ചു കൊടുത്തു. അപ്പം പ്രീ അപ്രൂവൽ എടുക്കുന്ന സമയത്ത് അവര് ഫാമിലി ഉൾപ്പെടെ ആയിരുന്നു ഞങ്ങൾക്ക് വരേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഫാമിലിയെ എല്ലാവരും ഉൾപ്പെടുത്തിയാണ് അവർ പ്രീ അപ്രൂവൽ ലെറ്റർ തന്നത്. അപ്പം കോൺട്രാക്ട് 1 വീക്ക് കൊണ്ട് കിട്ടി. പിന്നെ പ്രീ അപ്രൂവൽ ലെറ്റർ ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസിൽ നിന്ന് വരേണ്ടതുകൊണ്ട് അത് ഏകദേശം ഒരു 2 മന്ത്സോളം എടുത്തു. 2 മന്ത്സ് എടുത്തു. അതിനുശേഷം നമുക്ക് പ്രീ അപ്രൂവൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്നിടത്ത് അവിടുത്തെ ജർമ്മൻ കോൺസുലേറ്റിൽ പോയി അപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ നാഷണൽ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ പ്രീ അപ്രൂവൽ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജർമ്മൻ കോൺസുലേറ്റിൽ അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പം അതിനുശേഷം കോൺസുലേറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്പോയിന്റ്മെന്റ് കൊടുത്ത് നമ്മൾ അവിടുത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും വിത്തിൻ 1 വീക്ക് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരും നമുക്ക് പാസ്പോർട്ടിൽ. അപ്പം ഓൾ ടുഗെദർ ഒരു 3 മന്ത്സ് എടുക്കും നമുക്ക് ഒരു വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ ഫോർമാലിറ്റീസ് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഇങ്ങോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അപ്പം ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് എടുക്കേണ്ടി വന്നു. ട്രാവൽ ഇൻഷുറൻസ്? അതെ, ട്രാവൽ ഇൻഷുറൻസ് അല്ല, അത് ഒരു ഇൻകമിങ് ഇൻഷുറൻസ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം അത് ഇവിടുത്തെ ജർമ്മനിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ ഇൻഷുറൻസ് നമുക്ക് എടുക്കണം. അപ്പൊ അതിനുശേഷം അത് ചേട്ടൻ അത് അവിടുന്ന് വരുന്നതിന് മുന്നേ തന്നെ എടുത്തു. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് കമ്പനി ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. കാരണം അവര് എല്ലാ സ്റ്റെപ്പിലും നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ, ഇപ്പൊ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ കേസ് ആണെങ്കിൽ പോലും അവര് റെക്കമെൻഡേഷൻ സജസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവിടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പൊ അവര് അവിടെ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്ത് അവർ ഇൻഷുറൻസ് എന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പം ഏകദേശം ഒരു 3+1 4 മന്ത്സോളം എടുത്തു ഇങ്ങോട്ട് ഓൺബോർഡിങ്. അപ്പം ഈ പ്രീ അപ്രൂവൽ എന്ന് പറയുന്നത് അത് ബേസിക്കലി അതൊരു എംപ്ലോയറിന്റെ ഡിസിഷനെ ബേസ് ചെയ്തിട്ടുണ്ട് ഇരിക്കുന്ന ഈ ഒരു റിക്വയർമെന്റ് അവർക്ക് ഇമീഡിയറ്റ് ആയിട്ട് കാൻഡിഡേറ്റിനെ ഫില്ല് ചെയ്യേണ്ടതുകൊണ്ടാണ് അവർ പ്രീ അപ്രൂവൽ. ചില കമ്പനികൾ ഇത് കൊടുക്കില്ലാത്തവരുണ്ട്. അപ്പൊ അതിന് നമുക്ക് കോൺട്രാക്ട് മാത്രം മതി. നമുക്ക് കോൺട്രാക്ട് നമുക്ക് അയച്ചു തരും, ബാക്കിയുള്ള പ്രൊസീജിയർ ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം അതിനകത്തുള്ള ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രീ അപ്രൂവൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പം കോൺട്രാക്ട് മാത്രം ഉള്ളെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കോൺസുലേറ്റിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും ആ ആപ്ലിക്കേഷന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഏകദേശം ഓരോ കൺട്രി അനുസരിച്ച് ഡിഫറൻസ് വരും. പക്ഷെ നല്ല ടൈം എടുക്കും. അതിനുശേഷം ആ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട്
അതിന് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 3-4 മാസത്തോളം എടുക്കും. അപ്പം ഒരു നമ്മുടെ പ്രോസസ്സിന്റെ ടൈം കുറച്ചുകൂടെ ഇപ്പം പ്രീ അപ്രൂവൽ ത്രൂ ഒരു 4 months നമ്മൾ ഒരാളെ ഓൺബോർഡ് ചെയ്തെങ്കിൽ മറ്റേതിൽ ചിലപ്പോൾ ഒരു 6 months ആവും, ചിലപ്പോൾ ഒരു സമയം. അതാണ് ഒരു ഡിഫറൻസ്. ഇപ്പൊ അതുപോലെ തന്നെ കുറെ പേര് ഇപ്പൊ ജോബ് സീക്കർ വിസയിൽ ഇവിടെ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IT ഫീൽഡിലുള്ളവര് ജോബ് സീക്കർ എടുത്ത് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ എളുപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും നല്ലത്, അല്ലാതെ അവിടെ നിന്ന് അപ്ലൈ ചെയ്യണതാണോ നല്ലത്? ഇപ്പം അത് ഡിപ്പെൻസ്. നമ്മളിപ്പം ഒരു ഞാൻ ട്രാവൽ ചെയ്തൊരു പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കിട്ടുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എക്കണോമിക്കലായിരിക്കും നമുക്ക്. കാരണം നമ്മളൊരു ജോബ് സീക്കർ വിസയിൽ വരുവാണെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് ഒരുപാട് കൂടുതലാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വരുന്ന എക്സ്പെൻസ്, ഇവിടെ താമസം, ഇവിടെ ഒരു അക്കോമഡേഷൻ ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ലാംഗ്വേജ് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നം. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ആദ്യം ജോബ് അപ്ലൈ ചെയ്ത് ഒരുപാട് റിജക്ഷൻസ് വരും. എന്നാൽ പോലും നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സ്പെസിഫിക് ജോബ് റിക്വയർമെന്റ് ആണോ ഈ അഡ്വർടൈസ്മെന്റിനകത്തുള്ളത് നോക്കുക. അപ്പം അതിന് ആപ്റ്റായിട്ടുള്ള രീതിയിൽ കമ്പനികളിൽ അപ്ലൈ ചെയ്യുക. എസ്പെഷ്യലി അവരുടെ തന്നെ കമ്പനി സൈറ്റിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം പ്രോസസ് വൈസ് അതാണ് സ്മൂത്ത്. വർക്ക് വിസയിൽ വരുന്നത് അതൊരു ഓപ്ഷനാണ്. പക്ഷെ നമുക്ക് ഇവിടെ വരുന്ന എക്സ്പെൻസസും ഇവിടെ വന്നതിന് ശേഷമുള്ള അത് നമ്മൾ ബെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. അതെ. പിന്നെ അതുപോലെ എപ്പോഴാണ് നമുക്ക് ഇപ്പൊ 6 മാസത്തിലായിരിക്കും 6 മാസമായിരിക്കും നമുക്ക് വിസയുടെ കാലാവധി. അതിലെപ്പോ നമുക്ക് ജോലി കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ 6 മാസമായിരിക്കും, ചിലപ്പോ 1 മാസത്തിൽ കിട്ടും. അപ്പൊ അത്രയും നാളത്തേക്കുള്ള നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. റെന്റ് കൊടുക്കാനും ഫുഡിനായാലും എല്ലാ എക്സ്പെൻസിനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ചേട്ടാ ഇവിടെ വന്നിട്ട് 1 month ആയല്ലോ. അപ്പൊ അവിടത്തെയും അതുപോലെ ഇവിടത്തെ ജർമ്മനിയിലത്തെയും വർക്ക് കൾച്ചറൊക്കെ എങ്ങനെയുണ്ട്? ഞാനിപ്പോ വന്നിട്ട് ഏകദേശം 1 മാസമായുള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം കമ്പനിയും ഇവിടുത്തെ കൾച്ചറും ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവാണ്. അപ്പം ഞാനിപ്പോ ഇനീഷ്യലി വേറൊരു കൺട്രിയിൽ നിന്ന് വരുവാണെങ്കിൽ പോലും അവർ ഭയങ്കര വെൽക്കമിങ് ആണ് നമ്മളെ കമ്പനിയുടെ കൾച്ചറുമായിട്ട് ഇത് ചെയ്യുമ്പോഴും. പിന്നെ എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നത് ജർമ്മൻ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഓഫീസിൽ എല്ലാവരും തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ്. സോ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്ക് പഴയ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ വർക്ക് പ്രഷർ വളരെ കുറവാണ്. അപ്പം കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇപ്പൊ ലീവ് എടുക്കണമെന്നാണെങ്കിലും അവർ കൂടുതൽ ഹ്യൂമൻ സെൻട്രിക് ആണ്. അതായത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇതാണ്. ആ ഒരു കാര്യമാണ് എനിക്ക് ഫെൽറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചേട്ടൻ വന്നിട്ട് 1 month ആയല്ലോ. ഇപ്പൊ ഓഫീസിലത്തെ അല്ലാണ്ട് വർക്ക് അല്ലാണ്ട് ഇപ്പൊ പൊതുവെ ജർമ്മനി മൊത്തത്തിൽ എങ്ങനെയുണ്ട് 1 monthത്തെ ഒരു എക്സ്പീരിയൻസ്? ഓക്കെ, ഞാൻ വന്നത് ബ്രമൻ എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ്. അപ്പം അത് ഇപ്പൊ ഇവിടെ വന്നപ്പം വരുന്ന സമയത്ത് തന്നെ പലരും എന്നോട് പറഞ്ഞു ഇവിടെ വീട് കിട്ടാനൊക്കെ ഭയങ്കര ചടങ്ങാണ്. അപ്പൊ ആ ഒരു കാര്യത്തില് കമ്പനി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവര് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു ടെമ്പററി ആണ്. എന്നാൽ പോലും ആ ഒരു 5-6 months നമുക്ക് താമസിക്കാൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേറെ വീട് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇവിടുത്തെ സിറ്റി വൈസ് നല്ല ക്ലൈമറ്റ് ആണ്. പിന്നെ ഒരുപാട് ഗ്രീനറി. അപ്പം ഇതുകൂടാതെ തന്നെ ഞാനിപ്പം ഇനീഷ്യലി ആദ്യം വരുമ്പം നമുക്ക് ഇഷ്ടമുള്ള ഫുഡും ഇഷ്ടമുള്ള സാധനങ്ങളും എവിടെ പോയി മേടിക്കണം എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പം ഇനീഷ്യലി ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫുഡും നമുക്ക് ഇനീഷ്യലി മേടിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, അപ്പൊ അതൊക്കെ എവിടെ പോയി മേടിക്കും? ഒന്നാമത് ഇപ്പം നമ്മൾ ലോക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മൊത്തം ജർമ്മനിലാണ്. അപ്പം അതൊരു ആശങ്കയുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കി നമ്മുടെ ഈ ഒരു ബ്രമൻ ഏരിയയില് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ആരുമില്ല. അപ്പം അപ്പോഴാണ് ഇങ്ങനെ സ്റ്റെഫിയെ പരിചയപ്പെട്ടു, ഇവരുടെ ചാനൽ പരിചയപ്പെട്ടു. അപ്പം ഇവര് ഇപ്പൊ ഇനീഷ്യലി വന്ന സമയത്തൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ ഈ സിറ്റി ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പം ഞങ്ങൾ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു. അപ്പം ആ രീതിയിൽ നമ്മളിപ്പോൾ ഇനീഷ്യലി വരുമ്പം ഒരു സിറ്റി ആയിട്ടൊന്ന് ഫെമിലറൈസ് ചെയ്യാനും നമുക്ക് വേണ്ട സാധനങ്ങൾ എവിടുന്ന് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൈഡൻസ് വളരെ
വളരെ നല്ലതാണ് ഒരാളുണ്ടെങ്കിൽ. അപ്പം ആ ഒരു കാര്യത്തിൽ സ്റ്റെഫിയും ഇവരും ഞങ്ങൾ പിന്നെ ഇവിടെ ഭ്രമണിൽ തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പൊ വേറെ ഏതെങ്കിലും സ്ഥലത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എങ്കിൽ പോലും ആ സ്ഥലത്ത് ഒരാളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്താണ്, ഇപ്പൊ ഇന്ത്യൻ സ്റ്റോർ എവിടെയാന്ന് അറിയില്ല, സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാം. പക്ഷെ എന്നാലും ഇപ്പൊ വന്ന ഒരാൾക്ക് അതും ജർമ്മനും അറിയില്ല, അപ്പൊ എങ്ങനെ പോണം, എവിടെ പോണം, ഗൂഗിളിൽ നോക്കി എല്ലാം കിട്ടും, എങ്കിൽ പോലും ടൈം എടുക്കുമല്ലോ. പിന്നെ ചേട്ടൻ ഒറ്റയ്ക്കല്ല വന്നത്, ഫാമിലി ആയിട്ട് വന്ന് ചെറിയൊരു മോളുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അവർക്ക് അവരുടെ ഫുഡൊക്കെ അവർക്ക് കൊടുക്കണമല്ലോ, നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയി എല്ലാം സെറ്റാക്കി കൊടുത്തു, ഇപ്പൊ ഓക്കെയാണ്, എല്ലാം സെറ്റായി. അപ്പൊ ഇങ്ങോട്ട് ജോബ് അന്വേഷിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ടിപ്സ് ചേട്ടൻ്റെ എന്താ കൊടുക്കാനുള്ളത്? ഓക്കെ, ഇപ്പൊ ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വഴി കൂടെ വന്നതുകൊണ്ട് തന്നെ ജോബ് അന്വേഷിക്കുന്നത് നമ്മൾ നിർത്താതിരിക്കുക. കാരണം ഇപ്പൊ ഞാൻ പല കൺട്രികളിലും അന്വേഷിച്ചു. ഇപ്പം ജർമ്മനിയിൽ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കിട്ടി. അപ്പം നമുക്ക് ഒരുപാട് റിജക്ഷൻസ് വരും, പക്ഷെ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുക. നമ്മളിപ്പം ഇപ്പൊ ഇന്ന സൈറ്റ് ഒന്നുമില്ല, ജോബ് സൈറ്റുകളിൽ നമുക്ക് ജോബ് അവൈലബിൾ ആയിട്ടുള്ള എവിടുന്നാണ് നമുക്കൊരു ഓപ്പണിംഗ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ജോബ് സെർച്ച് നിർത്താതിരിക്കുക. അപ്പം കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈല് നല്ല രീതി ഔട്ട്സ്റ്റാൻഡിങ് ആക്കാൻ നോക്കുക. അപ്പം അതിനു വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ ഫീൽഡ് ഓഫ് വർക്കിൽ നിങ്ങളെ ഔട്ട്സ്റ്റാൻഡിങ് ആക്കുന്ന എന്താണെന്ന് ഉള്ളതെന്ന് നിങ്ങൾ നോക്കുക. അത് ചിലപ്പോൾ സർട്ടിഫിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ചില സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കാം. അപ്പം ആ ഒരു പ്രൊഫൈൽ ഔട്ട്സ്റ്റാൻഡിങ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളതെന്ന് നോക്കുക. അതുകൂടാതെ തന്നെ അത് നമ്മളെ ഷോക്കേസ് ചെയ്യണം. അത് നമ്മുടെ CV-യിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെയും നമ്മൾ ഷോക്കേസ് ചെയ്യണം. നല്ല രീതിയിൽ, അതായത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു CV നമ്മൾ ഉണ്ടാക്കണം. അത് നമ്മുടെ CV-യുടെ ഫോർമാറ്റ് മോസ്റ്റ്ലി നമ്മൾ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ഫോർമാറ്റിലാണ്. അപ്പം അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള CV ഫോർമാറ്റിലാണ്. അപ്പം നമ്മളിപ്പം ജർമ്മനി പോലെയുള്ള കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതൊരു യൂറോപ്യൻ ഫോർമാറ്റിലേക്ക് മാറ്റുക. അപ്പം ദാറ്റ് ഡസൻ മീൻസ് ലൈക്ക് ഒരുപാട് പേജസ് ഉള്ള ഒരു റെസ്യൂമേ അല്ല, ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള നമ്മുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 years എക്സ്പീരിയൻസ് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ ഉണ്ടാകണം നമ്മളിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ ഫ്രഷേഴ്സിനെ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരൊരു മിനിമം ഒരു 5 years ആൻഡ് എബവ് ആണ് അവർ കൂടുതലും പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പം ആ കാര്യങ്ങളും കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈവൻ ഗ്യാപ്പുകൾ നമുക്ക് റെസ്യൂമേയിൽ ഉണ്ടെങ്കിൽ പോലും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മളത് ഷോക്കേസ് ചെയ്യുക. അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ജോബ് സെർച്ച് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക, മടുക്കാതെ അപ്ലൈ ചെയ്യുക എവിടുന്ന്. പിന്നെ കമ്പനിയുടെ സൈറ്റിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. ഈവൻ വേറെ സ്ഥലത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിലും കമ്പനിയുടെ തന്നെ സൈറ്റിൽ തന്നെ കയറി അപ്ലൈ ചെയ്യാൻ നോക്കുക. അതെ, അത് മെയിൻ ആയിട്ട്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങളെല്ലാം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ IT ഫീൽഡിലുള്ളവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ജോബ് സീക്കർ വിസയിൽ വരുന്നതാണോ നല്ലത്, അതല്ല നമ്മൾ നാട്ടിലിരുന്ന് അപ്ലൈ ചെയ്താൽ കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഈ ചേട്ടനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ. കുറെ പേര് എൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിടാറുണ്ട്, കമന്റ്സിലായാലും ഇൻസ്റ്റയിലായാലും. അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടനായിട്ടൊരു ഇന്റർവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. IT ഫീൽഡിലുള്ള ഒരാൾ പറഞ്ഞു തരുന്ന അത്രയ്ക്ക് ഞാൻ പറഞ്ഞു തന്നാൽ വരില്ലല്ലോ എന്തായാലും. അപ്പൊ ഈ ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യുക. ജോലി അന്വേഷിക്കുന്ന എല്ലാവരും മടുക്കാതെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഗുഡ് ലക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ലിജോ ചേട്ടനാണ്. ലിജോ ചേട്ടന് വലിയൊരു താങ്ക് യു. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം. ബൈ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.